ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടും ഉള്ളതും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതായ ഒരു നല്ല ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിന് നമുക്ക് വേണ്ട. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ, ഞാൻ വറുത്ത റവ തന്നെ എടുത്തേക്കുന്ന, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ ആ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് മതിയാവും. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത്, ഇതിലേക്ക് ഞാൻ 1 കപ്പിൽ കുറച്ച് ശർക്കര, ഉരുക്കിയ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഒരുപാട് മധുരത്തിലല്ല ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം, ഇത് നല്ല തണുത്ത ശർക്കര പാനിയാണ് കേട്ടോ, ഒരുപാട് ചൂടോടെ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. റവ ആയതുകൊണ്ട് വെള്ളം ഒരുപാട് ഇത് ഒബ്സർവ് ചെയ്തെടുക്കും. അപ്പോൾ ഈ സമയത്ത് ഞാൻ മാവ് ഒന്നുകൂടെ അടിച്ചെടുത്തു. അപ്പോൾ എന്നിട്ട് നല്ല കട്ടിയായിട്ടായിരിക്കുന്നുണ്ടോ. അപ്പോൾ വെള്ളം നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപ്പോൾ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട് തേങ്ങ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ, ഹെൽത്തിയാണ്. നമ്മൾ ഒരുപാട് എണ്ണയിലൊന്നും അല്ല ഇത് പൊരിച്ചെടുക്കുന്നത്, നെയ്ക്കകത്താണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തിനും നല്ലത്, നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു 10-20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്കൊരു 20 മിനിറ്റോളം ഇന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ തേങ്ങായും നെയ്യുടെ മണവും എല്ലാമായിട്ട്, ഏലക്കായുടെ മണവും എല്ലാമായിട്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരു 10-20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഇളക്കി നോക്കാം. അഥവാ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി, ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാവ് റവ ആയതുകൊണ്ട് ഒന്നുകൂടെ കുറുകാനാണ് സാധ്യത. നമ്മൾ ഇത്രയും സമയം വെച്ചിരിക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ പരുവത്തിന് കലക്കിയെടുത്തിട്ടുണ്ട് മാവ്. ഇനി ഇതുപോലെ ഒരു ഉണ്ണിയപ്പ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ തന്നെ നിങ്ങളിത് തയ്യാറാക്കി എടുക്കാൻ നോക്കുക കേട്ടോ. നെയ്യിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടുന്നത്. ഇനി നമുക്ക് മാവ് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. നിറച്ച് മാവ് ഒഴിക്കണ്ട. ഇതുപോലെ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ച് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പാന് നല്ല ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം മീഡിയത്തിനും ലോയ്ക്കും ഇടയില്ല നമ്മൾ ഫ്ലെയിം വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്, എങ്കിൽ പുറം കരിഞ്ഞും പോവും, അകത്ത് വെന്ത് കിട്ടയില്ല. ഇപ്പോൾ ഒരു വശം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ നടുക്കുള്ളതിനൊക്കെ പെട്ടെന്ന് ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. സൈഡിന് അത്ര അങ്ങോട്ട് തീ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 വശവും ഇതുപോലെ ഇട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്ന ഒക്കെ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
അപ്പോൾ ആദ്യത്തേതെല്ലാം ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും കൂടെ ഞാനിതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഒരു കപ്പ് റവയും ഒരല്പം ഗോതമ്പ് പൊടി, ഒരുപാട് നമുക്ക് സാധനങ്ങളൊന്നും വേണ്ട. ഇച്ചിരി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം, ഇച്ചിരി ശർക്കരയും കൂടെ വേണ്ടി വരും. ഇപ്പോൾ ഇതൊക്കെ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സന്ധ്യാസമയത്ത് നമ്മുടെ പിള്ളേർക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക, മറന്നു പോരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിക്കായി ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.